അതിജീവിത ആക്രമിക്കപ്പെട്ട കേസിൽ കോൺഗ്രസ് നിലപാട് തള്ളി UDF കൺവീനർ അടൂർ പ്രകാശ്. ദിലീപിന് നീതി ലഭിച്ചെന്നും സർക്കാർ അപ്പീൽ പോകുന്നത് ശരിയല്ലെന്നും അടൂർ പ്രകാശിന്റെ വിവാദ പ്രതികരണം. പ്രതിഷേധമുയർത്തി കോൺഗ്രസ് നേതാക്കൾ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയിൽ ദിലീപിനെ പിന്തുണച്ചും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചും രംഗത്ത് വന്ന UDF കൺവീനർ അടൂർ പ്രകാശ് പുലിവാൽ പിടിച്ച അവസ്ഥയിലാണ്. അതിജീവിതയുടെ വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായി പരസ്യ പ്രതികരണം നടത്തിയ അടൂർ പ്രകാശിനെതിരെ KPCC അധ്യക്ഷൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ എത്തി നിൽക്കെ വിവാദ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് പക്വതയോടെ ആയിരിക്കണമെന്ന താക്കീതും അടൂർ പ്രകാശിനെതിരെ ഇവർ ഉയർത്തിയിട്ടുണ്ട്. വർഷങ്ങളായി വേട്ടയാടപ്പെട്ട കേസിൽ ദിലീപിന് നീതി കിട്ടി എന്നായിരുന്നു UDF കൺവീനർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കോടതി വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ പരിഹസിക്കാനും അടൂർ പ്രകാശ് തയ്യാറായി. സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തതിനാലാണ് അപ്പീലിന് പോകുന്നത് എന്ന മട്ടിലായിരുന്നു സർക്കാരിനെ കളിയാക്കിക്കൊണ്ടുള്ള അടൂർ പ്രകാശിന്റെ വിശദീകരണം. അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ലെന്നും തുടർന്നും അതിജീവിതയ്ക്കൊപ്പം നിലകൊള്ളുമെന്നുമായിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ട തീരുമാനം. ഇതിനെതിരെയാണ് UDF കൺവീനർ തന്നെ പരസ്യ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ശക്തമായ പ്രതിഷേധം ഇരമ്പുന്നത്. നടൻ ദിലീപുമായി അടൂർ പ്രകാശിന് അടുത്ത ബന്ധമാണുള്ളത്. അത്തരം ബന്ധങ്ങൾ വ്യക്തിപരമായി നിലനിർത്തണമെന്നും അല്ലാതെ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ലെന്നുമാണ് നേതാക്കൾക്കിടയിൽ ഉയരുന്ന പൊതുവികാരം. ഇതിനെ തുടർന്നാണ് UDF കൺവീനറുടെ പ്രതികരണത്തെ തള്ളിക്കൊണ്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്ത് വന്നത്. അടൂർ പ്രകാശിന്റെ നിലപാട് KPCC അംഗീകരിക്കുന്നില്ലെന്നും കോൺഗ്രസ് അതിജീവിതയ്ക്ക് ഒപ്പമാണെന്നുമാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയത്. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ പ്രോസിക്യൂഷൻ തീർത്തും പരാജയപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ അപ്പീൽ പോകണമെന്നുമാണ് കോൺഗ്രസിന്റെയും നിലപാടെന്ന് സണ്ണി ജോസഫ് ആവർത്തിക്കുകയും ചെയ്തു. അടൂർ പ്രകാശിനെ വിമർശിച്ചുകൊണ്ട് കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത്. ഇരയ്ക്കെതിരായ വേട്ടക്കാരൻ തന്നെയാണ് ദിലീപെന്നും കോൺഗ്രസ് ഒരു കാലത്തും വേട്ടക്കാരന് ഒപ്പം നിൽക്കില്ലെന്നുമാണ് ചെന്നിത്തല തുറന്നടിച്ചത്. എക്കാലത്തും ഇരകൾക്കൊപ്പം നിന്ന പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളതെന്നും അതുകൊണ്ട് തന്നെ എല്ലാ പിന്തുണയും അതിജീവിതയ്ക്കൊപ്പമായിരിക്കുമെന്നാണ് മുതിർന്ന നേതാവ് VM സുധീരനും വ്യക്തമാക്കിയത്. MM ഹസൻ, K മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ നേതാക്കളും ഈ വിധം നിലപാട് ആവർത്തിച്ചതോടെ കോൺഗ്രസിനുള്ളിൽ യഥാർത്ഥത്തിൽ അടൂർ പ്രകാശ് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് തന്റെ മുൻ നിലപാട് തിരുത്താൻ അടൂർ പ്രകാശ് നിർബന്ധിതനായത്. താൻ എപ്പോഴും അതിജീവിതയ്ക്ക് ഒപ്പമാണെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ശ്രമം. നടി ആക്രമിക്കപ്പെട്ട വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അതിജീവിതയ്ക്ക് എല്ലാവിധ പിന്തുണയുമായി ഒപ്പം നിന്ന കോൺഗ്രസ് നേതാവായിരുന്നു PT തോമസ്. അതിജീവിതയുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കാനും മൊഴി കൊടുക്കാതിരിക്കാനും പല കോണുകളിൽ നിന്നും PTക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നിട്ടും അതിനൊന്നും അദ്ദേഹം വഴങ്ങിയില്ല. PTയുടെ ആകസ്മിക വേർപാടിലൂടെ വലിയൊരു കൈത്താങ്ങാണ് അതിജീവിതയ്ക്കും നഷ്ടമായത്. ഇപ്പോഴത്തെ വിധി പ്രഖ്യാപനത്തിൽ PTയുടെ ആത്മാവ് ഒരിക്കലും തൃപ്തനാവുകയില്ല എന്ന PTയുടെ ഭാര്യയും MLAയുമായ ഉമാ തോമസിന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. കോൺഗ്രസിന്റെ നേതൃനിരയിലും അണികൾക്കിടയിലും ഇരമ്പുന്ന വികാരവും PT തോമസിന്റെ കാഴ്ചപ്പാടുകൾക്കൊപ്പം തന്നെയാണ്. ഈ വികാരം തിരിച്ചറിഞ്ഞാണ് തന്റെ വിവാദ പ്രസ്താവനയിൽ നിന്നും മലക്കം മറിയാൻ അടൂർ പ്രകാശ് നിർബന്ധിതനായത്. ഇതൊരു മുഖം രക്ഷിക്കൽ മാർഗം മാത്രമാണെന്ന് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ UDF മുന്നണിക്ക് നേതൃത്വം നൽകുന്ന അടൂർ പ്രകാശിന്റെ നിലപാടുകൾ കോൺഗ്രസിനുള്ളിൽ വലിയ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്.